എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ജോബ് അപ്ഡേറ്റ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ കീഴിൽ നാഗ്പൂർ ഡിവിഷനും മോട്ടിബാഗ് വർക്ക്ഷോപ്പും ചേർന്ന് 2026-27 വർഷത്തേക്കുള്ള ആക്ട് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. റെയിൽവേ മേഖലയിലെ അപ്രന്റീസ് അവസരങ്ങൾ കാത്തിരിക്കുന്ന ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വലിയ അവസരമായി കണക്കാക്കപ്പെടുന്നു. ആകെ 1079 ഒഴിവുകളാണ് ഈ റിക്രൂട്ട്മെന്റിലൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് ആക്ട് 1961, അപ്രന്റീസ്ഷിപ്പ് റൂൾസ് 1992 എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമന നടപടികൾ നടക്കുന്നത്. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ റിക്രൂട്ട്മെന്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1 വർഷത്തെ അപ്രന്റീസ് പരിശീലനമാണ് ലഭിക്കുക. നാഗ്പൂർ ഡിവിഷനിലും മോട്ടിബാഗ് വർക്ക്ഷോപ്പിലുമായി വിവിധ ട്രേഡുകളിലാണ് ഒഴിവുകൾ നൽകിയിരിക്കുന്നത്. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, കാർപ്പന്റർ, COPA, മെക്കാനിക്, സ്റ്റെനോഗ്രാഫർ, പ്ലംബർ തുടങ്ങിയ നിരവധി ട്രേഡുകളിൽ അവസരം ലഭ്യമാണ്. റെയിൽവേയിൽ പ്രവൃത്തി പരിചയം നേടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഈ അവസരം ഏറെ പ്രയോജനകരമാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത ITA സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. 10ാം ക്ലാസ്സിൽ കുറഞ്ഞത് 50% മാർക്ക് നേടിയിരിക്കണമെന്ന വ്യവസ്ഥയെ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രായപരിധി പരിശോധിക്കുമ്പോൾ 2026 മെയ് 19 അവസ്ഥയിൽ 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. സംവരണ ഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടപ്രകാരം പ്രായളവ് ലഭിക്കും. SC, ST, OBC, PWBD ഭാഗങ്ങൾക്കുള്ള ഇളവുകളും ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എഴുത്ത് പരീക്ഷയില്ല എന്നതാണ്. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. 10ാം ക്ലാസ്സിലെ മാർക്കും ITA മാർക്കും ചേർത്ത് തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ നല്ല അക്കാദമിക് മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷ ഫീസ് ഇല്ലെന്നത് ശ്രദ്ധേയമാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ സ്വീകരിക്കുന്നത് ദേശീയ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യൻ പോർട്ടൽ വഴിയാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യണം. ഇനി പ്രധാന തീയതികൾ കാണാം. തീയതികൾ പരിശോധിക്കുമ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയത് 2026 മെയ് 18 ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചത് 2026 മെയ് 19 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വന്നിട്ടുള്ളത് 2026 ജൂൺ 18 രാത്രി 11:59 വരെയാണ്. അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ അപേക്ഷ മുൻകൂട്ടി സമർപ്പിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. ഒഴിവുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ നാഗ്പൂർ ഡിവിഷനിൽ 977 ഒഴിവുകളും മോട്ടിബാഗ് വർക്ക്ഷോപ്പിൽ 102 ഒഴിവുകളും ഉൾപ്പെടെ ആകെ 1079 അവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ, COPA, ഫിറ്റർ തുടങ്ങിയ ട്രേഡുകളിലാണ് കൂടുതൽ ഒഴിവുകൾ ഉള്ളത്. അപ്രന്റീസ് പരിശീലന കാലയളവിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര അപ്രന്റീസ്ഷിപ്പ് കൗൺസിൽ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ സ്റ്റൈബൻഡ് ലഭിക്കും. പരിശീലന കാലയളവിൽ പ്രായോഗിക പരിചയവും സാങ്കേതിക പരിശീലനം ലഭിക്കുന്നതിനാൽ ഭാവിയിലെ റെയിൽവേ PSU സ്വകാര്യ മേഖല ജോലികൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കും. എന്നാൽ ഈ അപ്രന്റീസ് പരിശീലനം പൂർത്തിയാക്കിയാൽ സ്ഥിര റെയിൽവേ ജോലി ലഭിക്കുമെന്ന ഉറപ്പില്ല. ഇത് പരിശീലനാടിസ്ഥാനത്തിലുള്ള അവസരമാണെന്നും സ്ഥിര നിയമനത്തിനായി പിന്നീട് പ്രത്യേക റിക്രൂട്ട്മെന്റ് നടപടികൾ പങ്കെടുക്കേണ്ടി വരുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പല തൊഴിൽ ചർച്ചകളിലും അപ്രന്റീസ് മികച്ച പ്രവൃത്തി പരിചയം നൽകുന്നുവെങ്കിലും സ്ഥിര നിയമനം ഗ്യാരണ്ടി ഇല്ലെന്ന് ഉദ്യോഗാർത്ഥികൾ ഓർമ്മിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റെയിൽവേ മേഖലയിലെ മികച്ച അപ്രന്റീസ് അവസരങ്ങളിൽ ഒന്നായതിനാൽ 10ാം ക്ലാസ് ITA യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം മുഴുവൻ വായിച്ച് യോഗ്യത രേഖകൾ, ട്രേഡ് തെരഞ്ഞെടുപ്പ്, മെറിറ്റ് സംവിധാനം എന്നിവ കൃത്യമായി മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 2026 ജൂൺ 18 മുമ്പ് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.